അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൂബൂസ് ലക്കി വേൾഡ്. ഇന്ന് നാം വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ ഫ്ലവർ ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. ഈ ബാസ്ക്കറ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല. ബാസ്ക്കറ്റ് നമ്മൾ ന്യൂ ബോൺ ബേബീസിനൊക്കെ കർച്ചീഫൊക്കെ എടുക്കുമല്ലോ, അങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റിൽ കിട്ടിയതാണ് ആ കർച്ചീഫ്. അപ്പോൾ ബാസ്ക്കറ്റിൻ്റെ കഥയാണത്. സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചാനലാണ് നമ്മളുടേത്. അതിൽ തന്നെ കുക്കിംഗ് ഉണ്ട്, ക്രാഫ്റ്റിംഗ് ഉണ്ട്, അൺബോക്സിങ് വീഡിയോസ് ഉണ്ട്, ടോയ്സ് റിവ്യൂസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബാസ്ക്കറ്റ് വേണം, പിന്നെ ഒരു ക്ലോത്ത് വേണം. അത് നമ്മുടെ സാധാ ക്ലോത്ത് മതി. പിന്നെ നമ്മുടെ ഈ ബീഡ്സ് പിൻ ഇല്ല, അതും വേണം. പിന്നെ A4 ഷീറ്റ്. അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി എക്സ്ട്രാ വേണ്ടത് ഒരു ഗമ്മ് വേണം, അതുപോലെ തന്നെ കത്രിക വേണം, പെൻസിൽ, സ്കെയില്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു 3 അളവ് എടുത്തിട്ടുണ്ട്. A4 ഷീറ്റ് ഇതുപോലെ 3 A4 ഷീറ്റ് ഒന്നിച്ച് മടക്കിയിട്ട് 3 ആക്കിയിട്ട് അളവെടുത്തു. അതായത് 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ, അങ്ങനെ എത്രയാണോ നിങ്ങളുടെ പേപ്പറിൻ്റെ വലിപ്പം അത് ഈക്വലായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഒരു അളവ് വെച്ചിട്ട് 7 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഓരോന്നോരോന്ന് സ്ക്വയറാക്കി വെട്ടിയത് ഓരോന്നോരോന്ന് ഒരേപോലെ വെക്കാം. ഒരേപോലെ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഒരു പൂ ഷേപ്പിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചു കൊടുക്കുക. അത് നമ്മൾ അറ്റം വരെ വരച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റം വരെ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഒന്ന് വെച്ച് ചെയ്യുന്നതിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഒരുപാട് പേപ്പർ ഒന്നിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൂവ് റെഡിയാക്കാൻ പറ്റും. ഓരോന്നാകുമ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ വേഗം നമുക്ക് നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല വൃത്തിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മുടെ ചാനലിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ഞാൻ ഓരോന്ന് പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കുക്കിംഗ് വീഡിയോസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതുപോലെ അൺബോക്സിങ് വീഡിയോസിൻ്റെതുണ്ട്, ഷോർട്ട് വീഡിയോസിൻ്റെതുണ്ട്, പിന്നെ എഡ്യൂക്കേഷണൽ വീഡിയോസും കൂടി നമ്മളിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സ്വീസ് അക്കാഡമിൻ്റെ കീഴിൽ MPTC ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ആ ഒരു കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ പൂവിൻ്റെ ഈ ലാസ്റ്റ് സൈഡ് വെച്ചിട്ട് നമുക്ക് ഇത് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമുക്ക് അവസാന ഭാഗം വരുന്നത് പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ ചുവപ്പ്, റോസ്, അതുപോലെ തന്നെ ഒരു ബ്ലൂവും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ പറ്റുന്നൊരു സാധനമാണ്. വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവസാനം ജസ്റ്റ് ഒന്ന് റിവേഴ്സായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റോസ് പൂവ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇത് ഓൾറെഡി നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഈ ഫ്ലവർ ബാസ്ക്കറ്റിലേക്ക് യോജിച്ച ഒരു പൂവ് തിരഞ്ഞെടുത്തപ്പോൾ എനിക്കിതാണ് തോന്നിയത്. ഇനി നമ്മുടെ ബാസ്ക്കറ്റ് എടുക്കുക. ബാസ്ക്കറ്റിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ടവലുണ്ടല്ലോ, ഞാൻ റോസ് കളർ ടവലാട്ടോ എടുത്തത്. അപ്പോൾ അത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ് വീട്ടിൽ വെറുതെ വെക്കണ്ട. ഇതുപോലെ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെ നമ്മുടെ ഷോക്കേസിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഓരോ പൂവെടുത്തിട്ട് അതിൻ്റെ നടുവിൽ നമ്മുടെ ഈ ബീഡ്സ് കുത്തി വെക്കുക. എന്നിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോ പൂവും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഇത് കാണാൻ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.